നാളെ മാംഗ്ലൂരിലേക്കൊരു ചെറിയ ട്രിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാക്കിങ്ങിലായിരുന്നു ഞാൻ. കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുക. ഒരു 2:30 ആയിപ്പം. എന്തായാലും ഒരു 7:30, 8 ആകുമ്പോൾ വീട്ടിലെത്തും. ഒരു 5 hours ഉണ്ട്. ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. ശരി മതി. ഓക്കെ, ഞങ്ങളിപ്പോ ഇറങ്ങിയുള്ളോ. ഇനി കുറച്ചുകൂടെ ദൂരെ പോവാനുണ്ട്. കുറച്ചുകൂടെ ദൂരല്ല, 5 hours അല്ലേ? 5 hours ഇനി എടുക്കും പോവാൻ. അയ്യോ, അതുകൊണ്ട് സ്പീഡിൽ പോണേയിരിക്കും നല്ലത്. പക്ഷെ ഇപ്പം അത് ചെയ്യില്ല. ഞങ്ങൾ പിണറായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത തലശ്ശേരി. എൻ്റെ വീട് മാംഗ്ലൂരാണ്. ശരിക്കും എക്സാക്ട് മാംഗ്ലൂർ എന്ന് പറയാൻ പറ്റില്ല. മാംഗ്ലൂർ ടുവേഴ്സ് ബാംഗ്ലൂർ പോകുമ്പോൾ ഒരു 70 kilometer ഉള്ളിലോട്ട് വരണം. അവിടെയാണ് നെല്ലിയാടി എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. അപ്പം ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ഒരു 8 മണി 7:30 8 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുമായിരിക്കും. കുട്ടികൾ പുറത്ത് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കാരണം ഇപ്പോൾ കുറേ നാളുകളായിട്ട് എവിടെ ഔട്ടിങ്ങിനൊന്നും പോകാറില്ലല്ലോ. ലച്ചുകുട്ടി എവിടെ പോവാ? എവിടെ പോവാ? കുഞ്ഞെവിടെ പോവാ? എവിടെ പോവാനല്ല, കുഞ്ഞെവിടെ എങ്ങോട്ട് പോണേ പറ. അമ്മമ്മ വീട്ടിൽ പോവാന്ന് പറയണം. നിക്ക്, അമ്മ ചോദിക്കാം. അമ്മമ്മ വീട്ടിൽ പോവാൻ. ലച്ചുകുട്ടി എവിടെ പോവാ? ഫൈനലി ലച്ചുകുട്ടി പറഞ്ഞു. നമ്മളിപ്പോ ഉപ്പളയിൽ റൈറ്റ് എടുത്തു. ഇത് എന്താ പറയാ, മോശമില്ലാത്ത റോഡാണെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ബ്ലോക്കൊന്നും കാണുന്നില്ല. ചട്ടഞ്ചാല് വഴി ഒരു ഇതുണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഈ രാത്രി പോകാൻ പറ്റിയ വിത്ത് ഫാമിലി എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ആരും സഹായിക്കേണ്ടവല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്തത്. അടുത്ത ടൗൺ എത്തിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, സെൻറ്റ് ജോർജ്. അപ്പോൾ രാവിലെ ആണെങ്കിൽ അത് നിർത്തിയിട്ടൊക്കെ നമുക്ക് പോകാമായിരുന്നു കണ്ടിട്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനിപ്പോഴാണ് കഴിക്കണത്. നല്ല വിശപ്പുണ്ട്. അപ്പം കഴിച്ചിട്ട് ഇനി നമുക്ക് നാളെ രാവിലെ ബാക്കിയത്തെ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്യാം. അച്ഛൻ രാവിലെ പാല് വാങ്ങിക്കാൻ പോകും. അടുത്ത വീട്ടിൽ നിന്നാണ് പാല് വാങ്ങിക്കണം. ചേട്ടൻ ഇന്ന് തന്നെ തിരിച്ചു പോകും കേട്ടോ. ചേട്ടന് ചെന്നൈയിൽ പോകാനുണ്ട്. അമ്മ ഇനി എന്താ ചെയ്യണേന്ന് നോക്കാം നമുക്ക്. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കമ്പൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നട്ടുപിടിപ്പിക്കും. പക്ഷെ അവിടെ ഗാലറിയിൽ ശരിക്കും വെയിൽ വരാത്തതുകൊണ്ട് പൂക്കൾ ഉണ്ടാവുന്നില്ല. അങ്ങനെ അതാ ഒരു പ്രശ്നം. ഇത് ഞങ്ങളുടെ തൊടിയാട്ടോ. അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുറ്റം കഴിഞ്ഞാൽ ഇത് അടയ്ക്കുക. അതിന് സൈഡിലായിട്ട് ഇത് റബ്ബർ കാണുന്നത്. അച്ഛനൊക്കെ കൃഷിയാണ്. അപ്പം അച്ഛൻ രാവിലെ എഴുന്നേറ്റ് റബ്ബറൊക്കെ വെട്ടും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും പാലെടുക്കും. പാലെടുത്ത് ഉറയൊഴിച്ചിരിക്കും. അപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അച്ഛൻ പാലെടുത്തെല്ലാം ഷീറ്റ് ഉറയൊഴിച്ച് വയ്ക്കുക. ഇവിടെ ഒരു കാന്താരി ഉണ്ട്. എനിക്ക് കാന്താരി എല്ലാം പറിച്ച് അച്ചാറിടണം. അമ്മ നല്ലോണം കാന്താരി മുളക് അച്ചാറിട്ട് തരും. നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റബ്ബർ പാൽ ഒഴിച്ച് വെച്ച് നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛന് ഇനി ഇതിനെ മെഷീനിൽ വെച്ചിട്ട് ഷീറ്റ് അടിച്ചെടുക്കും. ലച്ചുവിനും ആദ്യമൊക്കെ തോട്ടിൽ കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തോട്ടിൽ കുളിക്കാൻ വന്നതാണ്. ഇത് വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. തോട്ടിയുടെ അപ്പുറത്ത് തന്നെയായിട്ടാണ് തോട്. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ ഞങ്ങളിവിടെ വന്ന് കുളിക്കുമായിരുന്നു. ഇവർക്കൊക്കെ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നോർമലി സമ്മർ വെക്കേഷനൊക്കെ വരുമ്പം വെള്ളമൊന്നും ഉണ്ടാവാറില്ല. സമ്മർ ആയതുകൊണ്ട്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ ഞങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കുവാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ആഴ്ച കാണാം.